നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഒരേ ഇന്റർനാഷണൽ ന്യൂസ് തന്നെ. ഇത് കാരണം നമ്മൾ ഇന്റർനാഷണൽ ന്യൂസിനെ കുറിച്ച് ഇന്ന് ആദ്യം സംസാരിക്കാം. 2 ന്യൂസ് ഇസ്രയേലാ ഇല്ലെങ്കിൽ ജെറോം പോലാ. ഞാൻ ഇതിൽ കൈനെ വെക്കുന്നു. തൊട്ട് ജെറോം പോളിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ജെറോം പോൾ ഇന്നലെ വന്നിട്ട് ഈ ഫെഡറൽ ബോർഡ് മീറ്റിംഗിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ റേറ്റ് കട്ട് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. ട്രംപ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ റേറ്റ് കട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ടാരിഫ് വന്നിട്ട് ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് സൈൻ കാണാൻ പറ്റുന്നു. ഇത് കാരണം ഇൻഫ്ലേഷൻ കയറാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇരുന്നാലും ഞങ്ങൾ ഈ വർഷം റേറ്റ് കട്ട് 2 ചെയ്യും. അപ്പോൾ ഞാനെന്ത് പറയണമെന്ന് വെച്ചാൽ, സെപ്റ്റംബറിലോ ഇല്ലെങ്കിൽ ഡിസംബറിലോ 2 റേറ്റ് കട്ട് വരാൻ ചാൻസ് ഇരിക്കുന്നു. ഇൻഫ്ലേഷൻ കുറഞ്ഞില്ലെങ്കിൽ ഈ റേറ്റ് കട്ടിനെ നോക്കാൻ പറ്റത്തില്ല. അടുത്ത ജൂൺ ജൂലൈ വരയ്ക്കും അയാൾ ഇരിക്കും. അടുത്ത കൊല്ലം റേറ്റ് കട്ട് 1 തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ അവർ പറഞ്ഞായിരുന്നു. ടാരിഫ് കാരണം ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കയറും അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത കാര്യം അയാൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അടുത്ത വർഷത്തിൽ അമേരിക്ക ഇൻഫ്ലേഷന് പോകും എന്നും പറഞ്ഞായിരുന്നു. ആക്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ഇൻഫ്ലേഷൻ വിത്ത് ലോ ഗ്രോത്ത്. നോർമലായിട്ട് ഇൻഫ്ലേഷൻ കൂടുതലുണ്ടെങ്കിൽ ഗ്രോത്തും കൂടുതലായിട്ടിരിക്കും. ഇവിടെ എന്ത് പറയണമെന്ന് വെച്ചാൽ, ഇൻഫ്ലേഷൻ ഇരിക്കും, ഗ്രോത്ത് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇത് കാരണം വളരെ പ്രഷർ ഇരിക്കും എന്നും പറയുന്നു. ഇത് കാരണം ഒരു പ്രാവശ്യം തന്നെ റേറ്റ് കട്ട് എന്ന് പറയുന്നു. ഇപ്പോൾ 4.25 to 4.5 ഇരിക്കുന്നത് 3.5 to 3.75 ഇരിക്കും അടുത്ത കൊല്ലത്തിൽ. ഇത് കാരണം നമുക്ക് എന്ത് ഇൻഡിക്കേഷൻ എന്ന് നോക്കിയാൽ, ഇന്ത്യയിലിരുന്ന് കാശ് വെളിനാട്ടിന് പൊയ്ക്കൊണ്ടേയിരിക്കും. ഈ സമയം കൊണ്ട് അടുത്ത 3-4 മാസത്തിന് ഇന്ത്യയിലിരുന്ന് കാശ് വെളിയിൽ പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കും. കാശ് വെളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ ഡെബ് മാർക്കറ്റിൽ നിന്നാണ് കാശ് വെളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റാർട്ടപ്പിന് വലിയ പ്രോബ്ലമാണ്. സ്റ്റാർട്ടപ്പിന് കാശ് കിട്ടത്തില്ല. ഇത് കാരണം ഓവറോളായിട്ട് നമുക്ക് ഡോളർ സ്ട്രെങ്തൻ ആകും. എത്രയും തന്നെ മൽഹോത്ര വിറ്റുവെങ്കിലും ഡോളർ കുറച്ചായിട്ട് സ്റ്റഡി ആയിട്ട് വീക്കാകും. 86-60 ഇത്രയും വിറ്റാലും കയറും, നേറിക്കൊണ്ടേ പോകും. പിന്നെ നിങ്ങൾ തന്നെ സമ്മതിച്ച് ഡോളറിനെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഡോളറിനെ വിറ്റുകൊണ്ട് A1 A2ക്ക് വേണ്ടി സർവീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ശേഷം ഫൈനലി ഗോൾ വിടുന്നത് പോസിബിലിറ്റി. ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരേ ദിവസത്തിൽ വരത്തില്ല. ചില സമയങ്ങളിൽ 3-4 കൊല്ലം കൂടെ ആകാം. ഇവിടെ നമുക്ക് ഡോളർ വിൽക്കുന്നത് നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ്. 1-2 ഇയേഴ്സിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അതിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. 88-90 വിട്ടുവെങ്കിൽ മാത്രം തന്നെ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ആകും. ഇത് വന്നിട്ട് ആദ്യം ജെറോം പോളിൻ്റെ റീഡിംഗ് ആണ്. ഇത് ഇന്ത്യയിൽ എങ്ങനത്തെ ഇമ്പാക്റ്റാണ് കൊണ്ടുവരുമെന്ന് നോക്കാം. അതുപോലെ ഡോളർ വില കയറുന്ന സമയം നമുക്ക് ഇൻഫ്ലേഷണറി പ്രഷർ കയറും എന്ന് വെച്ചാൽ, ഇപ്പോൾ 85-80 ഇരുന്ന രൂപ ഇപ്പോൾ 650 പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ റിഫൈൻഡ് ഓയിലിനെ ഇന്തോനേഷ്യയിലിരുന്ന് വാങ്ങിയതിൽ ഡ്യൂട്ടിയെ കട്ട് ചെയ്തുകൊണ്ട് ഇന്നേ പോകുന്നു, കുറയ്ക്കില്ല എന്ന് പറയുന്നു. അടുത്ത മാസം ലാസ്റ്റ് തന്നെ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 87 പോയെങ്കിൽ 4 രൂപ കുറഞ്ഞെങ്കിൽ നിങ്ങൾ ഇട്ട ഡ്യൂട്ടി ഡ്രോബാക്ക് എന്നത് നിങ്ങൾ ഡ്യൂട്ടിയെ കട്ട് ചെയ്തത് ഒരളവിന് വീഴുന്ന കാരണത്താൽ ന്യൂട്രലൈസ് ആകും. ഇത് കാരണം ഡ്യൂട്ടിയെ കടിയും കട്ടയും എന്ന് പറഞ്ഞാലും അത് ഒരളവിന് രൂപ താഴെ വീഴുന്നതിന് കോൺട്രാക്ട് ചെയ്യും. ഇത് കാരണം വില ഒക്കെ കൂടും. ഇത് കാരണം കച്ച എണ്ണ വില 75 60-65 ഇരുന്നത് 75 ആൾറെഡി നിങ്ങൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ മുകളിൽ ഹെവി പ്രഷർ ഇരിക്കും. ഗവൺമെൻറ് മാറും, വിലയെ കയറ്റിയെങ്കിൽ എല്ലാവരും പ്രശ്നത്തിന് വരും. എന്ന് വെച്ചാൽ വില ഇറക്കാൻ പറയുന്ന സമയത്തിൽ ഇറക്കിയില്ലായിരുന്നു. ഇത് കാരണം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ലോസിൽ പോകും എന്നതിൽ ഇതൊരു സംശയവും ഇല്ല. ഇത് കാരണം തന്നെ ഞാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ പുറകിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാത്തത് കണ്ണ് വളരെ വിഷമമായിട്ടിരുന്നു. സ്വർണം വന്നിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും കയറിയില്ലെങ്കിലും ഫ്ലാറ്റാக തന്നെ ഇരിക്കുന്നു. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രൂപ താഴെ വീഴുന്ന കാരണത്താൽ സ്വർണത്തിൻ്റെ വില 10 രൂപ 20 രൂപ കയറിയിരിക്കുന്നു. ഇത് കാരണം സ്വർണം എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണ്. സ്വർണം ഇന്ന് 17 രൂപ കയറിയിട്ടുണ്ട് 24 ക്യാരറ്റ് ഗോൾഡ്. 15 രൂപ കയറിയിരിക്കുന്നു 22 ക്യാരറ്റ് ഗോൾഡിന്. സോ ഓവറോളായിട്ട് സ്വർണം ഇരുന്ന സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്നു. സോ ഈ ജെറോം പോൾ സ്വർണം കുറിച്ചുള്ള ഇതൊക്കെ തീർന്നായിരുന്നു. അടുത്ത് നമുക്ക് ട്രംപ് ഭാഗവതറിനെ കുറിച്ച് നോക്കാം. ട്രംപ് ഭാഗവതറിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇറാൻ്റെ മുകളിൽ നീ ഗുണ്ടിടാൻ പോകുന്നോ ഇല്ലയോ എന്നാണ്. അതിന് അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. ഐ മേ ഡു ഇറ്റ് ഓർ ഐ മേ നോട്ട് ഡു ഇറ്റ്. നോ വൺ നോസ് വാട്ട് ഐ വിൽ ഡു.
അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളടുത്ത് മുമ്പേ പറഞ്ഞതുപോലെ വലതുവശത്തിലിരുന്ന് എണിക്കണോ ഇല്ല ഇടതുവശത്തിൽ എണിക്കണോ എന്ന് അറിയത്തില്ല. ഇല്ല ഇങ്കി പിങ്കി പോങ്കിയിട്ട് പറയുന്നോ എന്നോ കൂടെ അറിയാൻ പറ്റുന്നില്ല. ഇങ്കി പിങ്കി പോങ്കിയിട്ട് ഗുണ്ടിടാമെന്ന് വിചാരിച്ചാൽ ഓയിലിൻ്റെ വില കയറും. ഇല്ല ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എന്ന് വെച്ച് ഏത് ഔട്ട്കം നിങ്ങൾ ഗസ് ചെയ്താലും തെറ്റായി പോകും. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഡയസിന് അറിയുന്ന പോലെയാണിത്. ഇല്ലെങ്കിൽ ലക്ക് ഇല്ലെങ്കിൽ ഇല്ല പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലിരിക്കുക. മാർക്കറ്റിൽ പട്ടാസ് ലിസ്റ്റിൽ നിനക്ക് കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്ക് എന്തെങ്കിലും വിളുന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ നോക്കി കൺസിഡർ ചെയ്യാം. ഗഡ്കരിയുടെ വസൂൽ വന്നിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഗഡ്കരി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ 3000 ഒരു വർഷത്തിന് വെട്ടാൻ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ശേഷം എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ബട്ട് ജസ്റ്റ് 200 ട്രിപ്പ് തന്നെ പിടിക്കുമെന്ന് പറയുന്നു. ഉടനെ ഞാൻ ടീമിനടുത്ത് ചോദിച്ചായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെയെന്ന്. ഒരു പ്രാവശ്യം കോയമ്പത്തൂർ പോയിട്ട് വന്നെങ്കിൽ 1000 രൂപ ആകും. ഒരു പ്രാവശ്യം കന്യാകുമാരി പോയിട്ട് വന്നെങ്കിൽ 1500 രൂപ ആകും. ഇത് കാരണം നിങ്ങൾ 3 പ്രാവശ്യം കോയമ്പത്തൂർ പോയിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാസ്ടാഗ് വർത്ത്. തനിയാളായിട്ട് നിങ്ങൾ പോകണമെങ്കിൽ എയറോപ്ലെയിനിൽ കറക്റ്റ് ടൈമിൽ പോയി ടിക്കറ്റ് വാങ്ങിയെങ്കിൽ 6000 രൂപയിൽ തീരും. ഇത് കാരണം ഫാസ്ടാഗ് കാർ റെഗുലറായി യൂസ് ചെയ്യുന്ന ആൾക്കാരിന് ഫാസ്ടാഗും ചേർന്ന് ആവശ്യപ്പെടും. പ്രാവശ്യം പോയിട്ട് വരാൻ 10,000 രൂപ പെട്രോളും 1000 രൂപ ഫാസ്ടാഗ് അതായത് ടോളിനും ഇടുന്നു. സോ കളക്ഷന് ഇത് നന്നായി യൂസ് ആകും. ആൾറെഡി കഷ്ടത്തിലിരിക്കുന്ന എന്നെ ഇത് വളരെ നന്നായിട്ടിരിക്കും. അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. ഇപ്പോൾ ഹീറോ വന്നിട്ട് സ്കൂട്ടർ വിൽക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറയുന്നു വെച്ചാൽ വിഡ വീക്സ് 2ൽ പക്ഷേ ഇല്ലാതെ കൊടുക്കുന്നു എന്ന് പറയുന്നു. ബാറ്ററിക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ മോഡൽ കെട്ടാൻ പറയുന്നു. ബാറ്ററി ആസ് എ സർവീസ് കെട്ടാൻ പറയുന്നു. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്ററിക്ക് ചാർജ് തീർന്നുവെങ്കിൽ നിങ്ങൾ സെറ്ററിന് പോകണം അങ്ങനെ പറയുന്നു. കയ്യിലൊരു ബാറ്ററി തരുമെന്ന് വിചാരിക്കുന്നു. സോ ബേസിക്കലി വന്നിട്ട് ഇതിന് മന്ത്ലി ഓർ ഡെയിലി പ്ലാൻ ഇരിക്കുന്നു. ഇത് കാരണം സ്കൂട്ടറിൻ്റെ വില കുറവും ദെൻ സ്കൂട്ടറിൻ്റെ സെയിൽസ് കൂടും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ ആദ്യം മേജർ 2 വീലർ കമ്പനിയിൽ ഹോണ്ട മോട്ടോഴ്സ് ആൻഡ് സ്കൂട്ടർ കമ്പനിയും ഇതുപോലെ ചെയ്യാൻ പോകുന്നു. ഇൻസ്റ്റൻ്റെ സക്സസ് ഈ മോഡൽ തന്നെ അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്താണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ഫെരാരി വന്നിട്ട് സെക്കൻഡ് EV മോഡൽ ഇട്ടിട്ടുണ്ട്. ഡിമാൻഡ് ബുഷിന് താഴെ ഇറങ്ങിയായിരുന്നു. ഈ സമയം കൊണ്ട് വേദാന്ത എന്ത് ചെയ്യണോ എന്ന് നോക്കണം. വേദാന്ത വന്നിട്ട് 7 രൂപ ഇൻകം ഡിവിഡൻഡ് കൊടുക്കുന്നു. ഡിവിഡൻഡ് ആയിട്ട് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ വാങ്ങിയെങ്കിലും ഡിവിഡൻഡ് എന്തിന് കൊടുക്കുന്നു എന്ന് വെച്ചാൽ അവർ തിരികെ അടയ്ക്കണം. 737 കോടി രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നു. കടം വാങ്ങി ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് വളരെ മോശമായതാണ്. പോയ പ്രാവശ്യം 32.5 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഈൽഡ് വന്നിട്ട് 7.11%. എത്രയും പെട്ടെന്ന് അവരൊരു കമ്പനിയെ വിൽക്കുന്നു അത്രയും നല്ലത് അവർക്ക്. ഇതുപോലെ ഡിവിഡൻഡ് കൊടുക്കാതെ ഇരിക്കുന്നത് ബെറ്റർ. കൺസ്യൂമർ എന്ത് പറയുന്നു വെച്ചാൽ കോമേഴ്സിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു. സ്പെഷ്യൽ ഡീൽ കൊടുക്കാൻ പോകുന്നു. അഡീഷണൽ റീറ്റെയിലിനൊപ്പം കൊടുത്തെങ്കിൽ വാല്യൂം വരുമെന്നും കൺസ്യൂമേഴ്സ് പറയുന്നു. ഈ ടാറ്റാവേ ബിഗ് ബാസ്ക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു പോകുന്നു. കൺസ്യൂമേഴ്സ് അപ്പോൾ ബിഗ് ബാസ്ക്കറ്റ് മൂലം നമ്മളെ പുഷ് ചെയ്യും. നമ്മളതിനെ ഒരു പ്രോഡക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ടാറിസ് ബാലാജി തന്നെ ഈ മാറ്ററിൽ വന്നായിരുന്നു. മീറ്റ് ചെയ്യാനാണ് വന്നത്. ചന്ദ്രശേഖർ ഇന്നലെ വന്നില്ല. ഇത് 2 ഇൻഡിക്കേഷൻ. ചന്ദ്ര വന്നിട്ട് ടാറ്റ കൺസ്യൂമർ മീറ്റിങ്ങിനും വന്നില്ല. ടാറ്റ കെമിക്കൽസിലിരുന്നും അവർ റിസൈൻ ചെയ്തിട്ടുണ്ട്. ശേഷം നടക്കുന്ന ഒരു വലിയ മൂവ്സാണിത്. സോ ബാലാജിക്ക് ഒരു വലിയ റോൾ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കാം. അതിൻ്റെ ഷിഫ്റ്റിൽ ഒരു 10,000 പേരിനെ ഗൈഡ് ചെയ്യാൻ പോകുന്നു. ഓഫീസാണ് അറ്റാക്ക് ഗെറ്റൗട്ട് എന്ന് പറയാൻ പോകുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരാൾ അതിൽ ജോലിയുടെ ആവശ്യം വളരെ കുറവായിട്ടിരിക്കുന്നു. ഇത് കാരണം ഒരുപാട് പേരിനെ ടാറ്റ പറഞ്ഞു വെളിയിൽ അയക്കേണ്ട സ്റ്റേജിലാണ് ഇരിക്കുന്നു. ഇത് ഇന്നും ഇൻറ്റൻസിഫൈ ആകും. അവിടെയും പ്രസിഡന്റും ഇവിടെയും സർവീസ് സെക്ടറിൽ IT-യിൽ ജോലിക്ക് ആരെ ഇറക്കുന്നില്ല. കെയർഫുള്ളായിട്ടിരണം. നമ്മളിപ്പോൾ വളരെ ക്രിയേറ്റീവായി ഇരുന്നാൽ മാത്രം തന്നെ ജോലി കിട്ടും. ഇന്ന് ഇത് തന്നെ ന്യൂസ്. ഇന്ന് IT സ്റ്റോക്കൊക്കെ താഴെ ഇറങ്ങിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നറിയത് 70 പോയിന്റ് ആയിരിക്കുന്നു. ഓവറോളായിട്ട് മാർക്കറ്റ് വളരെ വീക്കായി തന്നെ ഇരിക്കുന്നു. ഈ വീക്ക്നെസ് കണ്ടിന്യൂ ആകും. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും അവരെയും നോക്കാൻ പറയുക. ബെൽ നോട്ടിഫിക്കേഷൻ ചെയ്യുക. നന്ദി, നമസ്കാരം.